അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള ഒരു ത്വരയുണ്ട്. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അതിനൊന്നും സാധിക്കാതെ പോകുന്നു എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നാം അത് നൽകുന്നതിലൂടെ അനുഭവിച്ചറിയുന്ന സന്തോഷം അത് വളരെ വലുതാണ്. ഒരാൾ തൻ്റെ സഹോദരൻ്റെ ആവശ്യ നിർവഹണത്തിലായിരിക്കുമ്പോൾ അവൻ്റെ ആവശ്യത്തെ അള്ളാഹു നിർവഹിക്കുമെന്നാണ്. ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ, ഏറ്റവും നന്നായി ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണെന്ന് സയ്യിദുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. നാം ചെയ്യുന്ന പല പല ചെറിയ ചെറിയ കാര്യങ്ങളും അത് നമുക്ക് സന്തോഷം പകരുന്നതിനേക്കാളേറെയായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് വലിയൊരാശ്വാസമായി നിലനിൽക്കുന്നു എന്നതാണ്. രോഗികളായ ആളുകളെ സന്ദർശിക്കുക, വിശക്കുന്നവർക്ക് അന്നം നൽകുക, സാധുക്കളായ കുട്ടികളുടെ പഠനാവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക, നമ്മുടെ പഴയ വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ ആവശ്യക്കാർക്ക് നാം സ്നേഹത്തോടെ നൽകുക, സാധ്യമാകുമെങ്കിൽ പുതിയതെല്ലാം വാങ്ങി നൽകുക, വിഷമത്തിലും സങ്കടത്തിലും കഴിയുന്ന ആളുകൾക്ക് സമാധാനം പകരുക, ആശ്വാസം പകരുക, അവരെ നാം ചേർത്ത് നിർത്തുക. ഇതെല്ലാം നമുക്ക് നിസ്സാരമായി തോന്നുമെങ്കിലും തീർച്ചയായും അത് നമ്മുടെ മനസ്സിൽ നൽകുന്ന സന്തോഷം വളരെ വലുതാണ് എന്നതിലപ്പുറമായി നാം അവർക്ക് നൽകുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ആശ്വാസമായി അത് മാറും. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന് വലിയ അർത്ഥമുള്ളതായി നമുക്ക് അനുഭവപ്പെടുമെന്നത് യാഥാർത്ഥ്യമാണ്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നത് നിർബന്ധമല്ല, പക്ഷേ ഒരു ചെറിയ സഹായം പോലും വലിയ മാറ്റം വരുത്തും എന്നത് സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മുഖത്ത് നോക്കി നിസ്വാർത്ഥമായി ഒന്ന് പുഞ്ചിരിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അത് നൽകുന്ന സന്തോഷം അനുഭവിച്ചറിയുക തന്നെ വേണം. കാരണം നാം നൽകുന്നത് സ്നേഹമാണ്. തീർച്ചയായും ഈ സ്നേഹം പല മടങ്ങായി നമ്മിലേക്ക് തന്നെ അത് തിരികെ വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. തരത്തിൽ നമുക്ക് ചെറുതായി അനുഭവപ്പെടുന്ന സമൂഹത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് നാം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നേരത്ത് ഇതെല്ലാം നമുക്കൊരു പ്രാർത്ഥനയായി മാറും എന്നത് യാഥാർത്ഥ്യമാണ്. പരസ്പരം സ്നേഹവും സഹാനുഭൂതിയും വിഭാവനം ചെയ്യുന്ന മനോഹരമായ വാസനയുള്ള പുഷ്പങ്ങളായി നമുക്കോരോരുത്തർക്കും മാറാം. നാഥനായ റബ്ബ് തുണയേകട്ടെ. ആമീൻ.